സോ ഡാനി ഓൾമോ വരുന്നത് കൂടി അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിച്ചിരുന്ന റഫീന ലെഫ്റ്റ് വിങ്ങർ പൊസിഷനിലേക്ക് നീങ്ങുകയും ഡാനി ഓൾമോ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഡാനി ഓൾമോയുടെ വരവോടുകൂടി ബാഴ്സയുടെ അറ്റാക്കിംഗ് ഗിയർ ചേഞ്ച് ആയിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. അറ്റാക്കിംഗ് ഫ്രീക്വൻസി കൂടി, ലെഫ്റ്റ് വിങ്ങിൽ കൂടെ അറ്റാക്സ് വരാൻ തുടങ്ങി. അങ്ങനെ 50ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി റഫീനയുടെ ക്രോസിൽ നിന്നും ഉണ്ടായതാണ്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് റഫീന ഒരു ഗ്രൗണ്ടഡ് സൂപ്പർ ക്രോസ് തന്നെയാണ് കൊടുത്തത്. ഫസ്റ്റ് ഡിഫൻഡറെയും ഗോൾ കീപ്പറെയും ബീറ്റ് ചെയ്ത് ബാക്ക് പോസ്റ്റിലേക്ക് എത്തിയ ബോൾ, പക്ഷേ റണ്ണിങ്ങിനുണ്ടായിരുന്ന ലെവൻഡോസ്കിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് അത് മിസ്സാവുകയാണ്. ഒരു റയർ സൈറ്റ് ആയിരുന്നു അത്, ലെവൻഡോസ്കി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നത്. അതിനുശേഷവും വളരെ അറ്റാക്കിംഗ് മെന്റാലിറ്റിയോടെ കളിച്ച ബാഴ്സയ്ക്ക് 60ാമത്തെ മിനിറ്റിലാണ് മിഡ്ഫീൽഡറായ പെഡ്രി വക അവരുടെ ഈക്വലൈസർ ലഭിക്കുന്നത്. മിഡ്ഫീൽഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ റഫീനയ്ക്ക് അഡ്വാൻസ് ചെയ്ത് പെഡ്രി ബോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പെഡ്രി ബോക്സിലേക്ക് ഓടിക്കയറുകയാണ്. റഫീന വളരെ ഒരു മികച്ച ഗ്രൗണ്ടഡ് ക്രോസ് തന്നെ